നവിൻ ജേക്കബ് എന്ന സംവിധായകന്റെ ആദ്യ മൂവിയാണ്. പക്ഷെ ആദ്യ മൂവി എന്ന് പറയില്ല, കാരണം ഗംഭീരമായിട്ട് ഡയറക്ഷൻ ചെയ്തു. ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ ചെയ്തതിൽ ഒരു വ്യത്യസ്തമായ ഒരു നായക വേഷം. ഓരോ രംഗങ്ങളും സസ്പെൻസ് നൽകുന്ന, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ജീവനക്കാരുടെ ജീവിതം പറയുന്ന നല്ലൊരു മൂവി കാണാൻ സാധിച്ചു. അതുപോലെ ഫാമിലിയാണ്. നായികക്കുട്ടിയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗാനങ്ങളുണ്ട്. സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ പറയാം. നവിൻ ജേക്കബ് എന്ന സംവിധായകൻ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ. കാരണം ആദ്യ സിനിമയാണെങ്കിൽ ഗംഭീരമായിട്ട് അടിപൊളി പെർഫോമൻസ് ആണ് ധ്യാൻ ശ്രീനിവാസന്റെ. ത്രില്ലിംഗ് ആണ് പടം. ഓരോ രംഗങ്ങള് അത് ക്ലൈമാക്സിലേക്ക് ഒരു വേറെ ലെവലാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. കാരണം ആ ലാസ്റ്റുള്ള, ഞാൻ പറയുന്നില്ല, എല്ലാവരും വന്ന് കാണുക. നല്ലൊരു മൂവി. ധ്യാൻ ശ്രീനിവാസൻ വേറെ ലെവലാണ്. അടിപൊളിയാണ്. നല്ല മൂവി. സിനിമ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു സാധനമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല ത്രില്ലറാണ്, മേക്കിംഗ് നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒരു ബാങ്കിങ്, കാസർഗോഡിന്റെ തനി സ്വഭാവം, പഴയ കാലത്ത് ആ തനി സ്വഭാവം എടുത്തു കാണിക്കുന്ന ഒരു സിനിമ. ഇതുവരെ എനിക്ക് അങ്ങനെ ഇത്രയും എഫക്ട് ചെയ്ത ഒരു സിനിമ കാസർഗോഡിന്റെ പേരിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ കാസർഗോഡിന്റെ പേരിൽ ഇറങ്ങിയ സിനിമ എന്താ പറയുക, തനി സ്വഭാവം എടുത്തു കാണിച്ചുകൊണ്ട് നല്ലൊരു ത്രില്ലർ, നല്ല മേക്കിംഗ്, സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു ഇതാണ്. അതിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആണ് കാണാൻ. എല്ലാവരും ഫാമിലി എന്റർടൈൻമെന്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, സൂപ്പർ. പിന്നെ പാർട്ട്ണറൈസ് നല്ല, ആ പേരിന് ഒത്തിണങ്ങിയ ഒരു സിനിമ തന്നെയാണ്. എത്രയും നടന്മാരെ ഒന്നിച്ച് ഒരു പാർട്ട്നേഴ്സ് പോലെ കൊണ്ടുവരാൻ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ടെന്ന് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, നല്ല ത്രില്ലിംഗ് ആണ്. ഞാൻ ഒരു വെറൈറ്റി മുഖമാണ്. ഞാൻ്റെ ഒരു ത്രില്ലറായിട്ടാണ് ഈ സിനിമ ഉള്ളത്. ഞാൻ ത്രില്ലറായിട്ട് അങ്ങനെ ഇതുവരെയായിട്ട് ഈ ചെയ്തിട്ടില്ല. ഞാൻ്റെ കഴിഞ്ഞ സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വെറൈറ്റി വരുന്നു. ഞാനിപ്പോൾ മമ്മൂക്കാന് ന്യൂഡൽഹിയിലെ മമ്മൂക്ക എന്നൊക്കെ പറയും പോലെ, ധ്യാൻ്റെ ന്യൂഡൽഹിക്ക് മുമ്പ് മമ്മൂക്ക, ന്യൂഡൽഹിക്ക് ശേഷം മമ്മൂക്ക എന്നൊക്കെ പറയും പോലെ, ധ്യാൻ്റെ പാർട്ട്നേഴ്സിന് മുമ്പുള്ള ധ്യാൻ, പാർട്ട്നേഴ്സിന് ശേഷമുള്ള ധ്യാൻ എന്നൊക്കെ പറയാൻ പറ്റും. ത്രില്ലറാണ്, ലാഗൊന്നുമില്ല. കണ്ട് അത്യാവശ്യം ത്രില്ലിംഗ് അവസാനം വരെ. ക്രൈം സ്റ്റോറിയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ല. ക്ലൈമാക്സ് അടിപൊളി, ഗംഭീരം.